ക്വിസിംഗ് ഫ്രട്ടേണിറ്റി ഓഫ് വള്ളുവനാടും പ്രജാഹിത ഫൗണ്ടേഷനും സംയുക്തമായി വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ജനുവരി 21 ഞായറാഴ്ച പാലപ്പുറം ലക്ഷ്മി നാരായണ വിദ്യാനികേതനിൽ വെച്ചാണ് ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നത്. മത്സര ദിവസം രാവിലെ 9 മണി മുതൽ വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്ത് മത്സരത്തിൽ പങ്കെടുക്കാം. വിദ്യാർത്ഥികളിലെ പൊതുവിജ്ഞാനത്തിലുള്ള അറിവ് വർദ്ധിപ്പിക്കുക, പാഠപുസ്തകത്തിന് പുറത്തുള്ള ലോകത്തെക്കുറിച്ചും അവബോധമുള്ളവരാക്കി തീർക്കുക എന്നത് ലക്ഷ്യമിട്ട് ക്വിസിംഗ് ഫ്രട്ടേണിറ്റി ഓഫ് വള്ളുവനാടും പ്രജാഹിത ഫൗണ്ടേഷനും സംയുക്തമായി വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ജനുവരി 21 ഞായറാഴ്ച പാലപ്പുറം ലക്ഷ്മി നാരായണ വിദ്യാനികേതനിൽ വെച്ചാണ് ക്വിസ് മത്സരം നടക്കുന്നത്. പാലക്കാട് ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. ഒരു വിദ്യാലയത്തിൽ നിന്ന് 2 പേരടങ്ങുന്ന ടീമായിട്ടാണ് മത്സരത്തിൽ പങ്കെടുക്കേണ്ടത്. ഞങ്ങൾ ക്വിസിംഗ് ഫ്രട്ടേണിറ്റി ഓഫ് വള്ളുവനാട് ഒറ്റപ്പാലം ഒരു ഗ്രൂപ്പാണ്. റിട്ടയർഡ് ആൾക്കാരും പിന്നെ ഒരു NGO ഒരു പ്രജാഹിത ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൂടിയിട്ടൊരു ക്വിസ് ഗ്രൂപ്പ് ഫോം ചെയ്താണ്. നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റി ബിൽഡിംഗ് ഫോർ ക്വിസ് എൻതൂസിയാസ്റ്റ്. ക്വിസിൽ താല്പര്യമുള്ള കുട്ടികളും പിന്നെ ചെറുപ്പക്കാരും പ്രായം ചെന്ന ആൾക്കാരും ക്വിസിൽ താല്പര്യമുള്ളവർ എല്ലാവർക്കും ഒരു വേദി ഒരുക്കി കൊടുക്കുക. അതാണ് നമ്മുടെ ഉദ്ദേശം. ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാർ ഒന്ന് മിസ്റ്റർ വേണുഗോപാൽ ഹി ഈസ് ദി സെക്കൻഡ് സെക്രട്ടറി, റിട്ടയർ ചെയ്ത ആൾക്കാരാണ് ഞങ്ങളൊക്കെ. വേണുഗോപാൽ സെക്കൻഡ് സെക്രട്ടറി ഇൻ ദി മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലായിരുന്നു. ഇദ്ദേഹം ഇന്ത്യയുടെ പുറത്ത് എല്ലാ കുറേ എംബാസീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റിട്ടയർ ചെയ്ത് വന്നപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യണം, സംതിങ് ടു ഗിവ് ബാക്ക് ടു ദി സൊസൈറ്റി, അതാണ് ഉദ്ദേശം. അപ്പോൾ യങ്സ്റ്റേഴ്സാണ് ഹു നീഡ് ലോട്ട് ഓഫ് ഗൈഡൻസ്, പ്രത്യേകിച്ച് ഹൗ ടു ഫേസ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ്, അതൊക്കെ അതിൻ്റെ ഉള്ളൊരിതാണ്. എവിടെയും ക്വിസിംഗ് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥരും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രജാഹിത ഫൗണ്ടേഷനും സംയുക്തമായാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ വൈജ്ഞാനിക ചിന്തകളെ പ്രോത്സാഹിപ്പിക്കാൻ ഉതകും വിധത്തിലുള്ള പ്ലാറ്റ്ഫോമുകളുമായി മുന്നോട്ട് വരുന്നത്. ഞങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പം 2021 തീയതി, അതായത് ഞായറാഴ്ച ലക്ഷ്മി നാരായണ വിദ്യാനികേതനിൽ നമ്മളൊരു ക്വിസ് പ്രോഗ്രാം കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. പാലക്കാട് ജില്ലയിലെ എല്ലാ സ്കൂളുകളിലെയും കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സ്കൂളിൽ നിന്ന് 2 പേരുടെ ഒരു ടീമിനെയാണ് നമ്മൾ ആക്ച്വലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അവരുടെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല റെസ്പോൺസ് ഉണ്ട്. അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന പാലക്കാട് DD ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അതിൻ്റെ കൂടെ പ്രൈസ് മണി കൊടുക്കാൻ വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ലോജിസ്റ്റിക്സ് പാർട്ണറായിട്ടും ആ വെന്യൂ നമുക്ക് തന്നതും ലക്ഷ്മി നാരായണ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ചെയർപേഴ്സൺ മിസ്റ്റർ രാമകൃഷ്ണനാണ്. അപ്പോൾ അങ്ങനെ പല ആളുകളുടെയും സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ആക്ച്വലി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം എന്താണ് കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുന്നേയൊക്കെ കുട്ടികൾ സ്ഥിരമായിട്ട് വായിക്കുകയും പേപ്പർ വായിക്കുക, നല്ല ബുക്സ് തിരഞ്ഞെടുത്ത് വായിക്കുക, GK കുറിച്ച് കൃത്യമായിട്ട് അറിവുണ്ട്, അതെല്ലാം ഉണ്ടായിരുന്നു. മൊബൈലിൻ്റെ വല്ലാത്തൊരു ഉപയോഗം കാരണം കൊണ്ട് കുട്ടികളുടെ വായനാശീലം വളരെ നഷ്ടപ്പെടുകയും അവർ ചെറിയൊരു തുരുത്തിലേക്ക് മാറുകയും ചെയ്തു. എല്ലാത്തിനും അവർക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. അപ്പം ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മുടെ വരും തലമുറയെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഹരിഗോവിന്ദ് സാറെ പോലെയുള്ള, വേണു സാറെ പോലെയുള്ള കുറേ ആളുകൾ ഈ ഒരു കൾച്ചർ നമുക്ക് മാറ്റണം, കുട്ടികളിലേക്ക് വായനാശീലം തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ നമ്മൾ കുട്ടികളുടെ കപ്പാസിറ്റി ബിൽഡ് ചെയ്തിട്ട് നാളെ അവർ ലൈഫിൽ വലിയ എക്സാംസും മറ്റുള്ള കാര്യങ്ങളും ഫേസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ആ ഒരു പൊട്ടൻഷ്യൽ അവർക്ക് തിരിച്ചറിയാൻ കഴിയണം എന്നുള്ള രീതിയിലാണ് ക്വിസിംഗ് ഫ്രട്ടേണിറ്റി ഓഫ് വള്ളുവനാട് എന്ന് പറഞ്ഞൊരു ആശയം രൂപപ്പെടുകയും അത് ആദ്യമായിട്ടൊരു ഇവൻറ്റ് സംഘടിപ്പിച്ചുകൊണ്ട് ലോഞ്ച് ചെയ്യാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നത്. ക്വിസിംഗ് ഫ്രട്ടേണിറ്റി ഓഫ് വള്ളുവനാടിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ആദ്യ പരിപാടിയും കൂടിയാണ് ഈ ക്വിസ് മത്സരം. ഈ ക്വിസ് മത്സരത്തിന് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് മികച്ച പ്രോത്സാഹനം ലഭിക്കുകയാണെങ്കിൽ വരും മാസങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടികളുമായി ക്വിസിംഗ് ഫ്രട്ടേണിറ്റി ഓഫ് വള്ളുവനാട് സജീവമാകുമെന്ന് ക്വിസിംഗ് ഫ്രട്ടേണിറ്റി ഓഫ് വള്ളുവനാടിൻ്റെ ഭാരവാഹികളായ ഹരിഗോവിന്ദ് മേനോൻ, R. വേണുഗോപാൽ, പ്രജാഹിത ഫൗണ്ടേഷന്റെ ഭാരവാഹിയായ സാജൻ രാജ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ദേശം ഞങ്ങളുടെ വളരെ ക്ലിയറാണ്. ഒരു ക്വിസിംഗ് കൾച്ചർ ഡെവലപ്പ് ചെയ്തെടുക്കുക പാലക്കാട് ജില്ലയിൽ. ഒന്ന്, ടു മേക്ക് പാലക്കാട് ഡിസ്ട്രിക്ട് ദി ക്വിസിംഗ് ഹബ് ഓഫ് കേരള. ഇത് രണ്ടെണ്ണം. പിന്നെ ഈ പ്രോഗ്രാം നമുക്ക് പ്രൈസസ് ഒക്കെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒറ്റപ്പാലം മെയിൻ ബ്രാഞ്ചാണ്. ഓക്കെ, അവർ എന്താണ് പറയുക, ഫസ്റ്റ് പ്രൈസ് 10,000 രൂപ, സെക്കൻഡ് 5,000, 3,000 തേർഡ് പ്രൈസാണ് അവർ ഫൈനാൻസ് ചെയ്യാമെന്ന് പറഞ്ഞ്. പിന്നെ നമുക്ക് സ്ഥലവും ഇതൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ലോജിസ്റ്റിക് പാർട്ട്നേഴ്സാണ് നമ്മുടെ ലക്ഷ്മി നാരായണ
ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ അവരോടും നമ്മൾ കടപ്പെട്ടതാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഒരു സെറ്റപ്പ്. ഇത് ഈ ഒരു പ്രോഗ്രാം വിജയിക്കണമെങ്കിൽ എല്ലാവരും സഹകരിക്കണം എന്നുള്ളത്.